നമസ്കാരം. ഇന്നൊരു പുസ്തകത്തിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പുസ്തകം എൻ്റെ കയ്യിൽ എത്തുന്നത് ഷാർജ ബുക്ക് ഫെയറിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. ഈ പുസ്തകത്തിലേക്ക് എന്നെ ആകർഷിപ്പിച്ചത് ഇതിൻ്റെ പുറംചട്ടയാണ്. ഇന്നസെൻ്റ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പേര് ദൈവത്തെ ശല്യപ്പെടുത്തരുത്. അപ്പൊ ആ പേര് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന, ഞാൻ മുന്നേ എങ്ങോ വായിച്ച് കേട്ട അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് ഫിലോസഫി ചിന്തകളാണ് എൻ്റെ മനസ്സിൽ വന്നത്. നല്ല എന്നെ ഈ പേരാണ് എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചത് ഈ പുസ്തകത്തിലേക്ക്. സത്യത്തിൽ നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും ദൈവവിശ്വാസികളും ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആളുകളുമായിരിക്കും. പക്ഷേ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് മുഴുവൻ ഒരു ഭൂരിപക്ഷ ആളുകളും ഒരു നെഗറ്റീവ് വൈബ് വെച്ചിട്ടാണ് ദൈവത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് അസുഖം ഒന്നും തരല്ലേ, ദൈവമേ എനിക്ക് ദാരിദ്ര്യം തരല്ലേ, ദൈവമേ ഒരു ബുദ്ധിമുട്ടും വരുത്തല്ലേ. ഇത് കേൾക്കുന്ന ദൈവത്തിന് സ്വാഭാവികമായിട്ട് തോന്നില്ലേ, ഞാനിങ്ങനെ ആളുകൾക്ക് ദാരിദ്ര്യം കൊടുക്കുന്ന, ആളുകൾക്ക് അസുഖം കൊടുക്കുന്ന, ആളുകൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കുന്ന ഒരാളാണോ? നമ്മളൊരു പോസിറ്റീവ് വൈബ് വെച്ചിട്ടുള്ള പ്രാർത്ഥന വളരെ കുറവാണ്. നോർമലി ഇങ്ങനെ ദൈവമേ എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഒക്കെ തരണേ, ദൈവമേ എനിക്ക് ആരോഗ്യം തരണേ എന്നൊക്കെ നമ്മൾ പോസിറ്റീവ് വഴിയിലൂടെ പോകുന്നതിന് പകരം അസുഖം തരല്ലേ എന്ന് പറഞ്ഞ് നെഗറ്റീവിലേക്കാണ് പോവുക അധികം മിക്കവാറും ആളുകൾ. പിന്നെ അതുപോലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേര് പോലെ ഇപ്പൊ നമ്മള് ദൈവത്തോട് നമ്മൾ നിരന്തരമായി പറയുന്നത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മുഴുവനുമാണ്. എന്നാൽ സന്തോഷം വന്നാൽ അത് ദൈവമേ സെറ്റ്, താങ്ക് യു ടാ, അങ്ങനെ നമ്മൾ പറയില്ല. അപ്പോൾ പറയുന്നത് കുറവായിരിക്കും, പക്ഷെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൂടുതൽ പറയും. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു കാരണം നമ്മുടെ അച്ഛനോട് നേരം വെളുത്താൽ ഒരു ദിവസം അമ്മ പറയാണ് ഇന്ന് ഫീസ് അടക്കാനുള്ള ദിവസമാട്ടോ, അച്ഛൻ്റെ മൂന്ന് പോകും. രണ്ടാമത്തെ ദിവസം പറയാണ് ഇന്ന് ബാങ്കിൽ നിന്ന് ലെറ്റർ വന്നിരുന്നു, കാറിന്റെ ലോൺ അടക്കാനായി, വീണ്ടും മൂട് പോകും. പിന്നെ അതുപോലെ അന്നത്തെ ദിവസം തന്നെ പിന്നെ ഹൗസ് ലോൺ അടക്കാനായിട്ടോ, പിന്നെ അവരുടെ ഒരു വീട് പാലുകാച്ചലാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങി പോകണമല്ലോ അടുത്ത ആഴ്ചയാണ്. അപ്പൊ മുഴുവൻ ഇതുപോലെ ഒരു എന്താണ് ആവശ്യങ്ങൾ. ഒരു അങ്ങനെ ആവുന്ന സമയത്ത് നോർമലി അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് വൈബായിരിക്കും എപ്പോഴും. അതുപോലെയാണ് ദൈവത്തിന്റെ ആവശ്യം. ഇത്രയും ഈ അണ്ടകടാഹത്തിലുള്ള ആളുകൾ മുഴുവൻ ഇത്രയും ആവശ്യങ്ങൾ പറഞ്ഞു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് വിപരീതമായിട്ട് നമ്മൾ ഒരു ഈ റിസീവിങ് മോഡിലിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയാറുണ്ട്. അതിനേക്കാൾ ഉപരി ദൈവം നമ്മുടെ സ്വന്തം ആളാണെന്നാണ്, നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോട് നമ്മൾ ഭയങ്കര ഫോർമലായിട്ടാണ് അല്ലല്ലോ സാധാരണ സംസാരിക്കാൻ. ഇപ്പൊ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോകുമ്പോൾ നമ്മൾ പറയും അച്ഛാ പോയി വരുമ്പോൾ ഒരു മിഠായി കൊണ്ടുവരണം കേട്ടാ, അങ്ങനെ വളരെ ഇൻഫോർമൽ ആയിട്ട് സാധാരണ രീതിയിലല്ല പറയാ. അച്ഛാ പോയിട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവരണേ, അങ്ങനെ ഭയങ്കര ഫോർമലായിട്ടുള്ള നമ്മൾ പറയുമല്ലോ. അപ്പൊ നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളോട് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. ഇത് നമ്മൾ ഭയങ്കര ഭയങ്കര വൈബിൽ നിൽക്കുക. പ്രാർത്ഥിക്കാനുള്ള സമയമാകുമ്പോൾ നമ്മൾ ഭയങ്കര ഫോർമലാവും, എന്നിട്ട് ഭയങ്കര ഗൗരവം വരുത്തിയിട്ട് ഈ നെഗറ്റീവ് വൈബിലൂടെ മുഴുവൻ കാര്യങ്ങൾ ചോദിക്കും. അതിന് പകരം വളരെ സിമ്പിളായിട്ട് ഇൻഫോർമലായിട്ട് എല്ലാം പഠിച്ചവനെ ആ കാര്യം അല്ലെ ദൈവമേ ആ കാര്യം ഞാൻ കുറേ കാലമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുവരെ കിട്ടിയിട്ടില്ല, അധികം നിന്റെ പോലെ വേഗം തരണേ, അങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ട് അതിലൊക്കെ അതിൻ്റെ ഒരു രസം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവം ഞാൻ മുന്നേ വായിച്ചത് ഈ ഒരു പ്രപഞ്ചത്തെ കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നു. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിസീവിങ് മോഡിലിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, വായിച്ചൊരു ഓർമ്മയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പ്രവാസി, ഞാൻ ഇവിടെ പ്രവാസി ആയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ നാട്ടിൽ വരുമ്പോൾ വേണ്ടത്. അപ്പൊ ഒരാൾ പറയാണ്, അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടി പറയാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ജോമെട്രി ബോക്സ് വരുമ്പോൾ കൊണ്ടുവരണം. അവനൊരു നോർമൽ രീതിയിൽ അത് പറഞ്ഞു. അപ്പൊ നമ്മളത് ഓക്കെ കൊണ്ടുവരാം. രണ്ടാമത്തെ ഒരു കുട്ടി നമ്മളോട് പറഞ്ഞു
അച്ഛാ എനിക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഒരു കിച്ചൺ സെറ്റ്, കളിക്കുന്ന ഒരു കിച്ചൺ സെറ്റ് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഫോൺ വിളിക്കുമ്പോഴും അച്ഛാ ഞാൻ പറഞ്ഞ കിച്ചൺ സെറ്റ് എന്തായി വാങ്ങിയോ, അതൊരു റെഡ് കളർ വാങ്ങിക്കോട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ദിവസം വിളിച്ചപ്പോ ആ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അല്ല കിച്ചൺ സെറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ നീല കളർ അല്ല, ഞാൻ പറഞ്ഞ കളർ തന്നെ വാങ്ങി പെട്ടിയിൽ വെച്ചില്ലേ. അപ്പൊ നമുക്ക് അവര് ആ രണ്ടാമത്തെ കുട്ടി ഇങ്ങനെ അതിനിങ്ങനെ കൊതിച്ചു നിൽക്കുക, മീൻസ് അത് റിസീവ് ചെയ്യാനുള്ള ഒരു മൂഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് റിസീവിങ് മോഡ്. അപ്പൊ നമ്മൾ ഒരിക്കലും നാട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ മറക്കൂല. അത് മാത്രമല്ല, അത് കൊടുക്കുമ്പോൾ അവനത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്ന്, അത് കൊടുക്കാനൊക്കെ നമുക്കൊരു ത്രില്ല് വരും. ഇത് നമ്മളിങ്ങനെ ചോദിക്കും, ദൈവമേ എനിക്കത് തരണം കേട്ടോ, എനിക്കത് കിട്ടണം കേട്ടോ. പിന്നെ ചോദിച്ചാൽ നമ്മളെന്നെ മറക്കും. അതേ സ്ഥാനത്ത് നമ്മളൊരു റിസീവിങ് മോഡിൽ അത് കിട്ടും, അതെന്തായാലും കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫോർമൽ ടോക്കിൽ ഇങ്ങനെ ഞാൻ അന്ന് ചോദിച്ചത് തരണം കേട്ടോ, കാത്തിരിക്കുകയാണ്, ഇനി വേറെ എവിടെയെങ്കിലും പെൻഡിങ് ലിസ്റ്റിൽ കൊടുക്കല്ലേ, എനിക്ക് തന്നെ തരണം അടുത്ത പ്രാവശ്യം വരുന്നത്. അങ്ങനെ 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 ഒരു അപ്പോഴാണല്ലോ അതിനൊരു രസം, അല്ലെങ്കിൽ അപ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമുക്കൊരു മെന്റലി ഒരു ഫ്രീ ഒരു സംഭവമൊക്കെ കിട്ടുക. അതല്ല അതിൻ്റെ ഒരു ഫിലോസഫി, അതിൻ്റെ ഒരു രസം അങ്ങനെയാണല്ലോ. അപ്പോൾ ദൈവത്തെ ശല്യപ്പെടുത്തണ്ട, ദൈവത്തിനോട് വളരെ ഇൻഫോർമലായിട്ട്, നമ്മൾ സ്വന്തം ആളല്ലേ, അപ്പോൾ ഇൻഫോർമലായിട്ട് വളരെ രസമായിട്ട് റിസീവിങ് മോഡിലൊക്കെ ഇട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്, ദൈവത്തിനും ഒരു ആശ്വാസമാണ്. പിന്നെ വേറൊരു വലിയ കാര്യം, ഇത് വായിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ പുറംചട്ട കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്ന മറ്റൊരു കാര്യം, സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മൾ 3 പ്രധാനപ്പെട്ട ഇപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഞാൻ എൻ്റെ കേട്ട അറിവിലുള്ളൊരു കാര്യമാണ്, അതങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. നമ്മൾ ദൈവത്തിന് മുമ്പിൽ പോകുമ്പോൾ, അമ്പലത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഉടക്കാറുണ്ട്. അപ്പൊ തേങ്ങ എറിഞ്ഞുടക്കുന്നതിൽ പിന്നിലുള്ള ഒരു ഐതിഹ്യം, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ, അഹംഭാവത്തെ, ഞാനെന്ന ഭാവത്തെ എറിഞ്ഞുടച്ച് പോവുക എന്നുള്ളൊരു ഐതിഹ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ എറിഞ്ഞുടച്ചിട്ടാണ് ദൈവത്തിന് മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇനി ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മൾ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ നിനക്ക് മുന്നിൽ ഞാൻ മുട്ടോളം താഴ്ന്നവനാണ് എന്ന് പറഞ്ഞ് നമ്മളൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കും. ഇനി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ദൈവമേ ഞാൻ നിന്റെ മുന്നിൽ ഭൂമിയോളം താഴ്ന്നവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുജൂദ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവത്തിന് മുന്നിൽ നമ്മൾ അഹങ്കാരം വെടിഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പൊ ദൈവത്തിന് അഹങ്കാരം ഇഷ്ടമല്ല എന്നുള്ള സംഭവമാണ്. പക്ഷെ നമ്മളൊരു ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറയുന്ന സമയത്ത് ദൈവം നമുക്ക് നേരിട്ട് വന്ന് ഇതൊന്നും ചെയ്തു തരുന്നില്ല. വാതിലിന് മുട്ടിയിട്ട് നമ്മളൊരു ആവശ്യം പറഞ്ഞ ഡെലിവറി ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിതൊക്കെ കിട്ടും. അത് പല എന്താണ് നമ്മളിപ്പോ ഇങ്ങനെ വിശന്നിരിക്കുകയാണ്, 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ദൈവത്തോട് നമ്മൾ പറയും, ഈ പ്രാർത്ഥന പല രീതിയിൽ നമ്മളിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ നമുക്കൊരു ഭക്ഷണപ്പൊതി കൊണ്ടുതരും. ചിലപ്പോൾ ആ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അദ്ദേഹം ഒരു ദൈവത്തിന്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം തൽക്കാലത്തേക്ക് ഒരു ദൈവമാണ്. അപ്പോ എന്താ പറയാ, നമുക്കും അതുപോലെ ആവാൻ അവസരം കിട്ടും. നമ്മുടെ ഇടയിൽ ഉള്ള ആള് ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ നമ്മളിലൂടെ കഴിയുകയാണെങ്കിൽ അയാൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയാകാനുള്ള ഒരു അവസരം, ഒരു തൽക്കാലം ഒരു ദൈവമാകാനുള്ള അവസരം നമുക്കും കിട്ടും. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ആളും നമ്മുടെ മുന്നിലൂടെ ജീവിച്ചു പോകുന്ന ആളും നമ്മളും പലപ്പോഴും പലർക്കും ദൈവവും നമ്മുടെ മുന്നിൽ പലരും ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് വരും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ അഹങ്കാരം വെടിഞ്ഞിട്ടാണ് നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മുന്നിലൂടെ ജീവിക്കുന്ന ഇവരുടെ മുന്നിൽ ഇവരൊക്കെ എന്താണ് ദൈവമായി വരാൻ ചാൻസ് അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ വരാൻ പറ്റുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കാരം കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു സംഭവമാണ് ആ ഒരു ഫിലോസഫി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കരിക്കണ്ട. കാരണം അവനും ചിലപ്പോൾ നമുക്ക് മുന്നിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി വരാൻ ചാൻസ് ഉള്ള ആളാണ്, നമ്മളും അയാൾക്ക് മുന്നിൽ ചിലപ്പോൾ ചെല്ലും. അപ്പോൾ പരസ്പരം അഹങ്കരിക്കണ്ട. ദൈവത്തിന് മുന്നിൽ നമ്മൾ അഹങ്കാരം കാണിക്കാറില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ പരസ്പരം ഒരു രസമായിട്ട് പോകും. എന്ത് രസമായിരിക്കും പരിപാടി. പിന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ജോലിപരമായി നമുക്ക് മുകളിൽ ഉള്ള ആളുകളായിരിക്കും.
അല്ലെങ്കിൽ താഴെക്കടയിലുള്ള ആളുകളായിരിക്കും, ജോലി അവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ മനുഷ്യൻ എന്നുള്ളൊരു മൂല്യത്തിൽ നമ്മളും അവരൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഒരിക്കൽ നമ്മുടെ മുന്നിൽ പ്രതിനിധികൾ ആയിട്ട് വരാനുള്ള ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് അഹങ്കാരമൊന്നും ഇല്ലാതെ പോകുമ്പോൾ അതൊരു രസമാണ്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കുറേ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ ടോക്ക് വിത്ത് എ ഐറണി ഓഫ് ദിസ് ബുക്ക്. ഈ ബുക്കിനെ കുറിച്ച് കുറേ പറയുമ്പോൾ അതിലൊരു ഓർമ്മക്കുറിപ്പാന്ന് ഞാൻ പറഞ്ഞു. ആ ഓർമ്മക്കുറിപ്പ് എന്താണ്, അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു മൂഡ് പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ള നമുക്ക് പ്രിയപ്പെട്ട മമ്മൂക്കയാണ്. മമ്മൂക്ക ഇതിൻ്റെ അവതാരിക എഴുതിയതിൽ ഇന്നസെന്റിനെ കുറിച്ച് 2 വാക്കുകൾ പറയുന്നുണ്ട്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബയോപ്സി റിപ്പോർട്ട് വരുന്നതും അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നതും ഫോണിലൂടെ അത് കേൾക്കുന്നതും. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് നോർമലി ഒരു മനുഷ്യൻ ആകെ തളർന്നു പോകും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വാർത്ത കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, മോനെ ക്യാൻസറെ, നീ തൽക്കാലം ആ തിണ്ണയിൽ പോയിരിക്കും, എനിക്ക് കുറച്ച് അഭിനയിച്ചു തീർക്കാനുണ്ട്, ഞാൻ അത് അഭിനയിച്ചു വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ രീതിയിലോട്ട് അങ്ങ് പോയി എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ സമീപിച്ച ഒരാളാണ് ഇന്നസെന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകളും ആ രീതിയിൽ ഒരു പോസിറ്റീവ് മോഡിൽ പോകുന്ന കുറേ നല്ല രസമുള്ള ഓർമ്മക്കുറിപ്പുകളാണ്, കഥകളാണ്. അപ്പോൾ നല്ലൊരു പുസ്തകം, പുറംചട്ട തന്നെ ഒരുപാട് നല്ല ചിന്തകൾ നൽകിയ ഒരു പുസ്തകം.